നമുക്ക് വീട്ടിൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സ്റ്റൈലിൽ തന്നെ വൈറ്റ് സോസ് പാസ്ത എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ഭയങ്കര എല്ലാവരും പറയും എപ്പോഴും ഒന്നും കഴിക്കാൻ പാടില്ലെന്ന്, പക്ഷെ വല്ലപ്പോഴൊക്കെ നമുക്കിത് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഉണ്ടാക്കുന്നതിലും വേറെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല നല്ല പച്ചക്കറികൾ ഉപയോഗിച്ച് നമുക്ക് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എടുക്കുക, ചൂടാക്കുക. അതിനകത്തോട്ട് ചൂടാകുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ആ വെള്ളം തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്. ഇപ്പം പാസ്ത പലതരത്തിലുണ്ടല്ലോ, അപ്പം പല ഡിസൈനിൽ കിട്ടും നമുക്ക്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പുഴുവിൻ്റെ പോലത്തെ ഒരു ഇതാണ് കേട്ടോ, പാസ്തയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളൊന്നും വിചാരിക്കേണ്ട. എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ പാസ്ത അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ചൊരു 15 മിനിറ്റ് ഒന്ന് വേവിക്കുക. ഒത്തിരി അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം വെന്ത് കഴിയുമ്പോൾ നമ്മളിത് എടുത്ത് മാറ്റി വെക്കുമ്പോൾ അതിലിരുന്ന് തന്നെ അത് വേവുന്നതായിരിക്കും. അപ്പോൾ ഇത് വെന്തതിന് ശേഷം നമ്മൾ മാറ്റി അടച്ച് വെക്കുക കുറച്ച് നേരം. എന്നിട്ട് അതിനകത്ത് വെള്ളമൊക്കെ മാറ്റിയിട്ട് വെള്ളം കളഞ്ഞ് നമ്മൾ ഊറ്റി ഒരു സൈഡിലോട്ട് മാറ്റി തയ്യാറാക്കി വെക്കാം. നമുക്കെന്ന് പറയുമ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ തോന്നും ഇത് എന്തിനാണ് കഴിക്കുന്നത് അങ്ങനെ. അപ്പോൾ നമ്മൾ എന്തായാലും റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഇതൊന്നും കിട്ടത്തില്ല. റെസ്റ്റോറൻറ്റിൽ വേറെ സ്റ്റൈലാണ്. അപ്പോൾ നമുക്കൊരു ഹെൽത്തി ആയിട്ട് കുറച്ച് പച്ചക്കറികളും കൂടുതലൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴാണ്. ഇനി നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ബട്ടർ ഉപയോഗിച്ചിട്ട്, ബട്ടർ ഇടുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ആവും കേട്ടോ. ബട്ടർ ഇട്ടിട്ട് അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി, ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, തക്കാളി, അങ്ങനെയുള്ള പച്ചക്കറിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് വേണം യൂസ് ചെയ്യാം കേട്ടോ. അപ്പം എനിക്ക് കുറച്ചുകൂടി ഞാൻ റെസ്റ്റോറൻറ്റിൽ എവിടെയോ പോയി കഴിച്ചിട്ട് കണ്ടിട്ടുണ്ട്, ഈ സ്വീറ്റ് കോൺ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഈ പച്ചക്കറിയുടെ കൂടെ ആ സ്വീറ്റ് കോണും കൂടി ആഡ് ചെയ്യാമെന്ന്. അങ്ങനെ ഈ പച്ചക്കറിക്കകത്ത് കുറച്ച് ഉപ്പും ഇതിനകത്ത് കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് വേണം നമ്മളത് വഴറ്റിയെടുക്കാനായിട്ട്. ഈ പച്ചക്കറി കുറച്ച് അത്യാവശ്യം എന്താ മതി, ഒരുപാട് അങ്ങോട്ട് വഴറ്റി ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് കടിക്കാൻ കിട്ടണം. ഇനി നമുക്ക് സ്വീറ്റ് കോൺ ഇടാം. സ്വീറ്റ് കോണിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ കുരുമുളക് കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുത്തിട്ട് മാറ്റി വയ്ക്കാം. നിങ്ങൾ ഈ വീട്ടിലുണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഈ സ്വീറ്റ് കോണൊക്കെ നമ്മളിങ്ങനെ വെറുതെ കൊടുത്താന്നും പിള്ളേർ കഴിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഫുഡുകളിൽ ഇത് ആഡാക്കി കൊടുക്കുമ്പോൾ പിള്ളേർ നന്നായിട്ട് കഴിച്ചോളും. അതിനുശേഷം നമ്മളിത് വഴറ്റിയിട്ട് മാറ്റി വെക്കണം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കടിക്കാനുള്ള ഇതൊക്കെ ഒന്ന് ആവി കയറ്റേണ്ട പച്ചക്കറികൾ മാത്രമാണ്. വഴറ്റി പൊരിച്ചെടുക്കേണ്ട സാധനങ്ങളൊന്നുമല്ല. ആവി കയറ്റിയാൽ തന്നെ നമുക്ക് ഹെൽത്തിന് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മളിത് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് പകർത്തി നമ്മൾ മാറ്റി വയ്ക്കുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഈ വീഡിയോസൊക്കെ. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടാക്കാം. ഇനി നമുക്ക് വേണ്ടത് വേറൊരു പാനിലോട്ട് കുറച്ച് 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ബട്ടർ ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ അതിനകത്തോട്ട് നമ്മളിനി ഇടാൻ പോകുന്ന മൈദയുടെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് ആ ബട്ടറിലിട്ട് നമ്മൾ നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ബട്ടറും മൈദയും കൂടിയിട്ട് കുറച്ച് ഒരു നല്ലൊരു ഇതാവും. അപ്പോൾ ഇത് കട്ടി പിടിക്കാതെ, അതായത് കട്ട പോലെ ആവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറേശ്ശെയായിട്ട് പാലൊഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതൊരു ക്രീം പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ പാൽ ഒരുപാട് അങ്ങ് ഒറ്റയടിക്ക് ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് അത് ഇത്തിരി ലൂസാക്കി എടുക്കുക. ഇപ്പം കണ്ടില്ലേ, ഇതൊരു ഇത്തിരി കട്ട രൂപത്തിലായി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ആ കട്ട പൊടിച്ചു കൊടുക്കുക, എന്നിട്ട് അതൊരു ക്രീമി ആക്കി എടുക്കുക. ലാസ്റ്റ് നമുക്കതൊരു കുറച്ചുകൂടി നമ്മൾ ആ സോസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കഴിക്കുമ്പോൾ, അപ്പോൾ അതുപോലെ രൂപത്തിലാക്കി കിട്ടുമ്പോൾ ലേശം കൂടി പാല് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ പാല് ചേർത്ത് ക്രീമി ആയിട്ടുള്ള രൂപത്തിൽ കിട്ടുമ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പൊടിയാണെങ്കിലും ബട്ടർ ആണെങ്കിലും പാലാണെങ്കിലും മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ തീ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആ പരുവത്തിൽ കിട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഒരു ക്രീമി ആയിട്ടുള്ള ഇതിലോട്ട് കിട്ടി നമുക്ക്. ഇനി ഈ ക്രീമി ആയിട്ടുള്ള ഇതിലോട്ട് കുറച്ച് ലേശം ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒറിഗാനോയുടെ ആ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റാണ്. ഒരു ലേശം ഒരു ഒറിഗാനോ കൂടി ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് സ്പൈസി ഒത്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ആ ഒരു സോസ് ഉണ്ടല്ലോ ആ കറക്റ്റ് അളവിനെടുക്കുക. ഇപ്പം നമ്മൾ സോസ് ആ ഒരു ക്രീമി ആയിട്ടുള്ള സംഭവം വരുമ്പോൾ നമ്മൾ പാസ്ത എത്ര എടുത്തോ അത്രയ്ക്ക് ക്രീമി നമ്മൾ ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ ഇത്രയും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, അതായത് നമ്മൾ മുന്നേ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മുടെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പച്ചക്കറികൾ
കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ടിട്ട് നല്ലപോലെ ക്രീമി ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നല്ല മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന വൈറ്റ് സോസ് പാസ്തേനേക്കാൾ അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഒരുപാട് പച്ചക്കറികളുണ്ട്, കടിക്കാനുണ്ട്. അപ്പം നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. അപ്പം നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആ ഒരു സംഭവം നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്രീമി കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, കഴിക്കുന്ന ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒത്തിരി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.